രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന് താല്പര്യം വേണം, രണ്ട് അനുസരണം വേണം. മൂന്നാമത്തെ കാര്യം സത്യസന്ധത, അത് വേണം. പഠിക്കുന്നവർ ഒരിക്കലും നുണ പറയരുത്. അത് പഠന വിഷയമായാലും അല്ലെങ്കിലും ജീവിത വിഷയങ്ങളായാലും മാതാപിതാക്കളോട്, അധ്യാപകരോട്, കൂട്ടുകാരോട്, മറ്റുള്ളവരോട്, തന്നെക്കാളും പ്രായം അധികമുള്ളവരോട് കളവ് പറയാൻ പാടില്ല, സത്യമേ പറയാവൂ. അപ്പോൾ സത്യസന്ധമായി ജീവിക്കുന്ന കുട്ടികൾക്ക് എന്ത് കിട്ടുള്ളൂ? പഠിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ചുരുക്കം. അപ്പോൾ സത്യസന്ധത ഇല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ കഴിയില്ല. അതല്ലെങ്കിൽ അവരുടെ പഠനം കൊണ്ട് അവർക്ക് ഒരു ഉപകാരവും കിട്ടുകയില്ല. നാലാമത്തത് പരിപൂർണമായ അച്ചടക്കം വേണം. അധ്യാപകർ ക്ലാസ് എടുക്കുമ്പോൾ വിദ്യാർത്ഥികൾ അച്ചടക്കം പാലിക്കണം. അച്ചടക്കം പാലിക്കുന്നില്ലെങ്കിൽ അവർക്കും അവരുടെ പഠനം കൊണ്ട് ഉപകാരം കിട്ടുകയില്ല. ഇന്ന് അച്ചടക്കം തീരെ ഇല്ല, അതും വേണം പറയാൻ. അച്ചടക്കം ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് വളരെ കുറവാണ്. അധ്യാപകർ അച്ചടക്കമുണ്ടാക്കാൻ വേണ്ടി ചീത്ത പറഞ്ഞാൽ, കുട്ടികളെ ശിക്ഷിച്ചാൽ, അതുകൊണ്ട് അധ്യാപകർക്ക് ഒരുപാട് പ്രയാസം നേരിടുന്ന കാലമാണ്. അതുകൊണ്ട് അധ്യാപകർ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ തൽക്കാലം പോകുന്നില്ല. കാരണം നമുക്കും ജീവിക്കണ്ടേ എന്നാണ് അവരുടെ ഇപ്പോഴത്തെ കാഴ്ചപ്പാട്. അവിടേക്ക് എത്തിക്കുകയാണ് ഇന്നത്തെ കുട്ടികളുടെ നിലവാരം. കുട്ടികളെ ചീത്ത പറഞ്ഞാൽ, അതല്ലെങ്കിൽ കുരുത്തക്കേട് കാണിക്കുമ്പോൾ അടി കൊടുത്താൽ കുട്ടികൾ ഇങ്ങോട്ടാണ് അധ്യാപകരെ ഭീഷണിപ്പെടുത്തുന്നത്. മാഷിക്കറിയില്ലേ, ഉസ്താദിനറിയില്ലേ, പോക്സോ കേസ് വരും. ഇതാണ് അവരിങ്ങോട്ടേ പറയുകയാണ്. പിന്നെന്താ ചെയ്യുക? അപ്പോൾ അതുകൊണ്ട് പരിപൂർണമായി അച്ചടക്കം വേണം വിദ്യാർത്ഥികൾക്ക്. അച്ചടക്കമില്ലെങ്കിൽ അവർ പഠിക്കുന്ന കാര്യം അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉപകാരം കിട്ടുകയില്ല. ഇതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം ഗുരുവിനെ ബഹുമാനിക്കണം എന്നതാണ്. ഗുരു ആരോ ആയിക്കൊള്ളട്ടെ, ചിലപ്പോൾ വിരൂപിയായിരിക്കും, വികലാംഗനായിരിക്കും അധ്യാപകൻ, സംഭവിക്കാലോ. എന്നാലും ആ ഗുരുവിനെ, അധ്യാപകനെ, ഉസ്താദിനെ, മാഷിനെ, ടീച്ചറിനെ ഒരിക്കലും കളിയാക്കാൻ പറ്റില്ല, മോശമാക്കാൻ പറ്റില്ല. അങ്ങനെ മോശമാക്കിയാൽ അതുകൊണ്ട് നമുക്ക് തന്നെയാണ് നഷ്ടം സംഭവിക്കുക. അപ്പോൾ അധ്യാപകരെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് നേട്ടം കിട്ടുക? ഒരു വ്യക്തി പഠിച്ച് വലിയ സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടി, ജോലിയായി, ഏതോ ഒരാൾ മുഖേന ഗൾഫിൽ പോയി, ഗൾഫിലെത്തിയതിന് ശേഷം പറഞ്ഞ ജോലി കിട്ടിയില്ല. എന്നാൽ ആ വ്യക്തി ഉദ്ദേശിക്കുന്ന ജോലി കിട്ടാത്തത് കൊണ്ട് അവിടെ അടിച്ചു വാരുന്ന ജോലിയാണ് കിട്ടിയത്. ഇത് കണ്ടുകൊണ്ട് മറ്റൊരു സുഹൃത്ത് ചോദിച്ചു, നീയല്ലേ നാട്ടിൽ ഇന്ന ജോലി ചെയ്തിരുന്നത്, അപ്പോൾ എന്താണിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ വളരെ മോശമായ ജോലിയാണല്ലോ കിട്ടിയിട്ടുള്ളത്, എന്താ ഇങ്ങനെ വരാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ ആ മോശമായ ജോലി ചെയ്യുന്ന ആൾ കരയാൻ തുടങ്ങി, കണ്ണുനീര് വരാൻ തുടങ്ങി. എന്താണെന്നറിയില്ല, എനിക്കെവിടെയോ പിഴവ് സംഭവിച്ചിരിക്കുന്നു.
അപ്പോൾ ചോദ്യകർത്താവ് ചോദിച്ചു, നിങ്ങൾ കുട്ടിക്കാലത്ത് ആരെയെങ്കിലും വേദനയാക്കിയിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു അധ്യാപികയെ കളിയാക്കിയിട്ടുണ്ട്, മോശമാക്കിയിട്ടുണ്ട്. അതിൻ്റെ വേദന ഇന്നും അവർക്കുണ്ടാവണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ പറഞ്ഞു, നിങ്ങൾ അധികം വൈകാതെ നാട്ടിലേക്ക് മടങ്ങണം. നാട്ടിൽ പോയി ഈ പറയപ്പെടുന്ന അധ്യാപികയെ നിങ്ങൾ കാണണം, കണ്ട് അവരോട് മാപ്പ് ചോദിക്കണം. അങ്ങനെ ഈ പറയപ്പെട്ട മനുഷ്യൻ ഉടൻ നാട്ടിലേക്ക് പോയി അധ്യാപികയെ കണ്ടു. അധ്യാപിക റിട്ടയർഡായി വിശ്രമിക്കുകയാണ് വീട്ടിൽ. അവിടെ ചെന്ന് കണ്ടു, ഞാൻ അവിടുത്തെ കുട്ടിയാണ് എന്ന് പറഞ്ഞു. സങ്കടം വന്നു. അപ്പോൾ ആ ടീച്ചർ, അധ്യാപിക ഇദ്ദേഹത്തിൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, സാരമില്ല, ഞാനത് പൊരുത്തപ്പെട്ടിരിക്കുന്നു. അതിന് ശേഷം അദ്ദേഹം അവിടുന്ന് വീണ്ടും ഗൾഫിലേക്ക് വണ്ടി കയറി. പിന്നീട് ഉയർന്ന ജോലിയാണ്, ഉയർന്ന പദവിയാണ്, സ്വീകാര്യതയാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. കണ്ടില്ലേ? ഇത് വെറും ഒരു കഥ പറഞ്ഞതല്ല, ഉള്ള സംഭവമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നാം ആരെയും മോശമാക്കരുത്, പ്രത്യേകിച്ച് നമ്മുടെ ഗുരുക്കന്മാരെ. അപ്പം അധ്യാപകരെ ബഹുമാനം കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് തീരാ നഷ്ടമായിരിക്കും ഫലം.